തരാം കേട്ടോ. എല്ലാരും പാടണേ കേട്ടോ. ഡാ കുഞ്ഞ എന്താ വൈകിപ്പോയേ? പാടാം നമുക്ക്. എന്തു നല്ല വീട് പാട്. എന്തു നല്ല അവന് മാത്രമേ ഒച്ചയുള്ളൂ, നിങ്ങൾക്കൊന്നും ഒച്ചയില്ലേ? വേഗം പാട്. പാട. എന്ത് നല്ല വീട്. അതെ അതെ ശ്യാമള ടീച്ചറെ, ശ്യാമള ടീച്ചറെ, അത് ഈ കുട്ടികളങ്ങനെ വല്ലാണ്ട് കണ്ണൂട്ടി പേടിപ്പിക്കുകയും ചെയ്യരുത്. അതിട്ട് പേടിച്ചിട്ട് പരിക്കും. അതൊക്കെ തന്തി തള്ളിയുള്ള കുട്ടികളാണ്. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്താ വന്നേ? നിങ്ങൾ ഇവിടെ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകണമെന്നാണല്ലോ നാട്ടുകാരുടെ പരാതി. അതെല്ലാം തിന്നായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തടിച്ചുരുണ്ട് നടക്കണമെന്ന് ആളുകളൊക്കെ പറയണത്. ശരിയല്ലേ? ഞാൻ തടിച്ചുരുണ്ട് നടക്കണേ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ സാധനങ്ങൾ അധികം വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസർ ഞങ്ങളോട് ചീത്ത പറയും. പിന്നെ അത് രജിസ്റ്ററിൽ എഴുതാൻ നടക്കണം. അതൊക്കെ ഭയങ്കര പാടാ. ഇന്നലെ എന്റെ കുട്ടി ഇവിടുന്ന് വിട്ടു വന്നിട്ട് വീട്ടിൽ തളർന്നു വിടും. എന്താ കാര്യം? ആന്നാ കുട്ടി തളർന്ന് വീട് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ ആന്ന് പറയേ. അങ്ങനെ എന്തോരം പിള്ളേര് തലകറങ്ങിയൊക്കെ വീടുണ്ട്. അപ്പൊ ഞാൻ അത് പിള്ളേരുടെ പേരും രക്ഷകർത്താവിന്റെ പേര് എഴുതി സൂപ്പർവൈസർ ഏൽപ്പിക്കും. ഈ സൂപ്പർവൈസർ കുട്ടി തളർന്ന് വീണില്ലല്ലോ. അതിന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഇവിടെ അംഗൻവാടി പഠിക്കുന്ന പിള്ളേര് കൊഴുത്തുരുണ്ട് ഇറച്ചിക്കോഴികളെ പോലെയൊന്നും നടക്കുന്നില്ല. അവരെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വികസിപ്പിക്കും. എന്നിട്ട് എന്താ വികസിപ്പിക്കാതിരുന്നത്? ഗോതമ്പ് പൊടി അമൃതം പൊടിയും എല്ലാം കൂടെ ശർക്കര കൂട്ടി അങ്ങ് വിഴുങ്ങി. നിങ്ങൾ അനാവശ്യം പറയരുത്. അതൊക്കെ ഇവിടെ തീർന്നു പോയതുകൊണ്ടാ. അതിന് പകരം നല്ല ഒന്നാന്തര പോഷകാഹാരം ഇന്നലെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. നിങ്ങളുടെ കുട്ടി വന്ന വഴിക്ക് വല്ല വഴിയിലും കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൻ കളയൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ വേണോ? വേണം. എന്നാ അത് പറഞ്ഞാൽ മതി. എടുത്തിട്ട് വരാൻ. ഇനി ചൂടാവണ എന്ത് കാര്യത്തിനാ? ചൂടായാലും കിട്ടില്ലല്ലോ അവിടുന്ന് ഒരു സാധനം. എന്താ പേര്? എന്നാ ഇത് കൊടുത്താ മതി. ഇതെന്താ? മുരിങ്ങയില. ഇത് മുരിങ്ങയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്തിനാണ് എനിക്ക്? ഇത് പോഷകാഹാരാണ്. ഇത് കഴിച്ചാൽ ക്ഷീണം ഉണ്ടാവില്ല, കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാവും. നമ്മൾ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇതിന്റെ ഇല കുറച്ച് പിച്ചി കീറിയിടുക. അതാണ് ICDS പറഞ്ഞേക്കണത്. അതെ, വെറുതെ ആളെ കളിയാക്കാൻ മെനക്കെടരുത് നിങ്ങൾ. ഇത് വേണ്ട. ഞാൻ എന്റെ കുട്ടീനെ ഈ അങ്ങനെ വഴിക്ക് പറഞ്ഞേക്കണത്. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മുരിങ്ങ. അന്ന് ആകെപ്പാടെ പിച്ചി പറിച്ച് ചക്കനിട്ട് കൊടുത്താൽ മതിയോ? അത് നോളൂ. എന്റെ ചേട്ടാ, ഇനി സർക്കാർ ഇന്ന് കുട്ടികൾക്ക് പോഷകാഹാരം വരില്ല. എന്താ വരാത്തത്? വരണല്ലോ. എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. പോഷകാഹാരത്തിന് പകരം പിള്ളേര് നല്ലോണം പഠിച്ചാൽ മതി. അതിനുള്ള പുതിയ പുസ്തകങ്ങൾ ഞങ്ങൾ തരും. പുസ്തകം കടിച്ചു പറിച്ചു തന്നാൽ കുട്ടികൾക്ക് പോഷകം കിട്ടല്ലോ. എന്താ പുസ്തകം കരണ്ട് തന്നെ ഇവിടെ വരുന്ന കുട്ടികൾ എലിക്കുട്ടികളാ? എലിയാണോ പുലിയാണോ എന്നൊക്കെ നിങ്ങൾ കേന്ദ്രത്തിൽ പോയി ചോദിക്കുക. ഇവിടെ വന്ന് ബഹളം വെക്കാൻ ഞാൻ സമ്മതിക്കൂല. ഈ ചെറിയ പോഷകാഹാരത്തിന്റെ കാര്യത്തിന് വേണ്ടി കേന്ദ്രം വരെ പോട്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളുടെ സൂപ്പർവൈസർ ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? മണ്ടോദരി. മണ്ടോദരി. ഞാൻ ആ മണ്ടോദരി പോയിട്ടൊന്ന് കാണട്ടെ. അല്ലെങ്കിൽ ICDS ഓഫീസിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഞാൻ അവരെ പോയിട്ടൊന്ന് കണ്ടോട്ടെ. ഞാനും ഒന്ന് കാണാനിരിക്കുക. നിങ്ങൾ എന്തിനു കാണുന്നത്? നിങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ യൂണിഫോമിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ യൂണിഫോം ഇല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നല്ലോ. ബാക്കിയൊക്കെ ഓക്കെയാണ്. അയ്യോ പോലെ, ഇത് കൊണ്ടുപോയി വലിയവർക്ക് നല്ലതാ. അതെ, ഇത് പുഴുങ്ങിയിട്ട് ICDS കൊണ്ടുപോയി കൊടുക്ക്. എന്നാലും എല്ലാരും കൂടി വട്ടളഞ്ഞിരുന്ന് തിന്നോ. കളിപ്പാട്ടം പൊട്ടിയത് 6, പൊട്ടാനുള്ളത് 8, ഒടിഞ്ഞ ബെഞ്ച് 4, ഒടിയാനുള്ളത് 3, മഴ പെയ്താൽ ചോരുന്ന അംഗനവാടികൾ 4. മണ്ടോദരി മാഡം, ഞാൻ എന്റെ മോനെ അംഗനവാടിയിൽ വിട്ടത് ഇങ്ങനെ ഒരു അബദ്ധമായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്പർ എത്രയാ? 2 22 22 അല്ല, 2 222. 2 എന്നല്ല ഞാൻ പറഞ്ഞത്, വെറും 2. അപ്പൊ അത് ഒരു തവണ പറഞ്ഞാ മതി. 3 തവണ പറയുമ്പോ 222 ആയില്ലേ? ഏതായാലും 2 എന്റെ മേൽനോട്ട പരിധിയിൽ വരണമൊന്നും അല്ല. അവൻ എന്റെ രണ്ടാമത്തെ കുട്ടിയാണ്. അയ്യോ, നിങ്ങളുടെ എത്രാമത്തെ കുട്ടിയാന്നല്ല ഞാൻ ചോദിച്ചത്. അംഗനവാടി നമ്പർ പറയൂ. അംഗനവാടിയിലെ നമ്പർ 97, 3-ാം വാർഡ്. അവിടെ ചെന്നിട്ട് ഞാൻ പോഷകാഹാരം ഇല്ല, കുട്ടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് ഇപ്പൊ അങ്ങനെ പരിപാടിയില്ല, അത് നിർത്തിയെന്ന്. അങ്ങനെ നിർത്തുന്നത്? പോഷകാഹാരം കൊടുക്കുന്നതിന് പകരം അവർ പുസ്തകം തരാന്ന്. പുസ്തകം തിന്നാൽ കുട്ടികളുടെ വിശപ്പ് മാറുമോ? അവർക്ക് പോഷകാഹാരം കിട്ടുമോ? അതെ, നിങ്ങളുടെ കുട്ടിയെ പ്രസവിച്ചപ്പോ ഞങ്ങൾ വന്ന് വെയിറ്റ് നോക്കിയില്ലേ? കൃത്യമായിട്ട് സമയാസമയം കുത്തിവയ്പ്പുകൾ വന്നെടുത്തു. മണ്ടോദരി മാഡം, വിശക്കുമ്പോ കുത്തി വെച്ചാൽ മതിയോ? പോഷകാഹാരം ഇല്ലാതെ കുട്ടി തളർന്ന് വീഴുമ്പോ നിങ്ങൾ കുത്തിവെക്കാൻ അങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഇല്ലാത്ത സാധനം കൊടുക്കണമെന്ന് ഉദിഷ പറഞ്ഞിട്ടില്ല. ഉദിഷയോ? അവളാരാണ്? അതായത് ഈ ലോക ബാങ്ക് പൈസ കൊടുത്ത് ഞങ്ങൾക്കൊക്കെ കോച്ചിങ് തരുന്ന സ്ഥാപനമാണ് ഉദിഷ. ഉദിഷ പറയുന്നത് ഞങ്ങൾ കേൾക്കൂ. എന്നിട്ട് ആ പൈസ ലോക ബാങ്കിലിട്ട് അതിന്റെ പലിശ വാങ്ങി നിങ്ങളും എന്താണ് ഉദിഷയും കൂടെ അങ്ങ് വിഴുങ്ങും അല്ലേ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിറക്കില്ലേ? വിറയ്ക്കും, ഞാൻ വിറയ്ക്കും. പോഷകാഹാരം കിട്ടിയില്ല വിറക്കില്ലേ?
കുഞ്ഞ് പറച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ പറയ്ക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കാനൊന്നും പറ്റൂല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭവന സന്ദർശനത്തിന് വരുമ്പോ പറഞ്ഞാൽ മതി. നിങ്ങൾ ഭവന സന്ദർശനത്തിന് അങ്ങോട്ട് വാ, എന്റെ പുരവാസ്തു വിലയുള്ള സമയത്ത് ഞാൻ അറിയിക്കാം, അപ്പ വന്നാ മതി. പക്ഷെ അതൊട്ട് കഴിയണില്ല, കടം വാങ്ങി ആള് മുടിയാന്നല്ലാതെ. ഞങ്ങൾ അംഗനവാടിക്കാര് ഭവനങ്ങൾ സന്ദർശിച്ച് ദുഃഖങ്ങൾ പങ്കുവെക്കും, സ്വപ്നങ്ങൾ വീതം വെക്കും. നിങ്ങൾ എല്ലാം വീതം വെക്കും, പക്ഷെ പോഷകാഹാരം മൊത്തം അങ്ങ് തിന്നും. പോഷകാഹാരം കിട്ടാത്തവരുടെ പരാതി ഞാൻ പകർത്തി എഴുതുന്നതേ ഉള്ളൂ. നിങ്ങൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ ഇന്നലെ വരെ തന്നുകൊണ്ടിരുന്ന ഒരു സംഗതി ഇന്ന് മുതൽ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഞാനേ ആ വർക്കറെ ഹെൽപ്പറെ ഒന്ന് വരട്ടി നോക്കട്ടെ. അവിടെ ഉറുമ്പരിച്ചിരിക്കണ പഴയ വല്ല പോഷകാഹാരം ഉണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് തരാൻ പറയാം. എനിക്ക് വേണ്ട, എനിക്ക് എന്തിനാണ് ഉറുമ്പരിച്ചത്? ഈ അങ്കണവാടി ആരാ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാവോ? ആ അറിയാം. എന്തറിയാം? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പടവലങ്ങ. അയ്യോ, അതില് വിറ്റാമിൻ ഉണ്ടോ? ICDS പടവലങ്ങയെ പറ്റി പറഞ്ഞിട്ടില്ല, വിറ്റാമിന്റെ കാര്യം പറഞ്ഞപ്പോ. അതെ, ഈ വക നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അതൊക്കെ എനിക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങളുടെ ഈ ജാതി വട്ടങ്കറകളൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഞങ്ങളുടെ മെമ്പർ സൂചന കാണട്ടെ, സൂചന കണ്ടു സംസാരിക്കട്ടെ ഞാൻ കേട്ടോ. എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ കോൺട്രാക്ടറെ നിങ്ങൾ എന്തിനായി പേടിക്കണത്? ഞാൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഡീൽ ചെയ്യില്ലേ? താനാ പറഞ്ഞ സമയത്ത് ആ സിമെന്റും മെറ്റലും കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് ഇട്. ശരി. മെമ്പറെ, ഞാൻ മെമ്പറെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാര്യം? മെമ്പർ എന്റെ മകനെ കണ്ടിട്ടില്ലേ? ഏത് മകനാ? എന്റെ രണ്ടാമത്തെ മകൻ. കണ്ടിട്ടുണ്ട്. എന്തേ? അവൻ എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം? അവൻ നിങ്ങളെ പോലെ ഒന്നല്ല, കാണാൻ കുറച്ചും കൂടി സുന്ദരനാ. നിങ്ങളുടെ ഭാര്യയുടെ പോലെ, അതേ കണ്ണും അതേ ചുണ്ടും അതേ മൂക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി നടക്കില്ല പണി? അല്ല, ഞാൻ ഈ വാർഡിലെ മെമ്പർ ആവുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല പരിചയമാണല്ലോ. എന്നിട്ട് എന്താ അവന്റെ കാര്യത്തിൽ നിങ്ങളൊരു ഉത്തരവാദിത്തം എടുക്കാത്തത്? നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഉത്തരവാദിത്തം എടുക്കണേ? എടുക്കാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല അവനെ ഞാൻ അംഗനവാടി കൊണ്ടുപോയി ചേർത്തത്. അവനിപ്പോ പോഷകാഹാരം കിട്ടുന്നില്ല. പോഷകാഹാരം കിട്ടാതെ ഇന്നലെ അവൻ തളർന്നു വീണു. പോഷകാഹാരം കിട്ടാതെ ഒരു കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോ എന്താണ്ടാവുമെന്ന് മെമ്പർക്ക് അറിയോ? പിന്നെ തലച്ചോറിന്റെ വളർച്ച മുരടിക്കും, തലയിൽ ചളി കയറും. ചളി കയറി അവസാനം അവനൊരു പഞ്ചായത്ത് മെമ്പറായിട്ട് മാറും. എന്താ ഈ പറ? ഇപ്പോ ഈ നിർത്തിയ പോഷകാഹാരം തിരിച്ചു കിട്ടാൻ എന്തൊരു മാർഗം? ഞാൻ പ്രതിവിധി ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കണ്ട് മീറ്റിംഗ് കൂട്ടി ഒരു 10 or 100 വക വെച്ച് പോഷകാഹാരത്തിനുള്ള ഗുളിക വാങ്ങി ഒരു മീറ്റിംഗ് വെച്ച് മകൻ അങ്ങോട്ട് തരാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. 50 വയസ്സിന് മുകളിലെ പ്രായമുള്ള അവിവാഹിതരായ ചെറുപ്പക്കാരെ വിധവാ പെൻഷൻ ഉൾപ്പെടുത്തിയില്ലേ? പക്ഷേ 3-2 ഭൂരിപക്ഷം വേണം. താൻ നാളെ തന്നെ ICDC-യുമായിട്ട് ഒന്ന് ചെന്ന് കാണ്. ICDS-ഉമായിട്ട് ഒന്ന് ചെന്ന് കാണും. നമ്മൾ പാത്രം എന്തെങ്കിലും കൊണ്ടുവരും? കൊണ്ടുപോയിക്കോ. ചിലപ്പോൾ ഒരു മാസത്തേക്കുള്ള ഒന്നിച്ചിങ്ങോട്ട് കിട്ടിയാലോ? എന്നൊരു പാത്രം ഒരു ബിഗ് ഷോപ്പറും കൊണ്ടുപോവാ. അതും വെക്കാം. വെച്ചോ, ചെല്ലു. സാർ, എന്താ സാറേ? സാറെന്താ ചിരിക്കണേ? ഇതാണോ നിങ്ങള് അങ്കണവാടി വർക്കേഴ്സിനുള്ള യൂണിഫോം? സാറിന് ചിരിയിട്ടുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഇതെടുത്തിട്ട് വേറൊരെണ്ണം തരാൻ പാടില്ല, ഞങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി തന്നേക്കണതാ ഇത്. സാർ, ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടാ. ഇത് കണ്ടാ കൊച്ചു പിള്ളേർ വരെ ചിരിച്ചു പോകും. പിന്നെയാണ് ഞാൻ. സാറിന് ഇതൊന്ന് മാറ്റി തരാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറ്റും. ഇതെങ്ങനെ ഇട്ടത്? ദൈവമേ, ഈ ഓഫീസിൽ വേറെ ആരുമില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സൂപ്പർവൈസർ സാറുണ്ടല്ലോ, അങ്ങേര് വരുമ്പോ പറയാം ഇപ്പൊ വരും. സാറിനൊന്നും ചെയ്യാൻ പറ്റൂല? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വേണ്ട, ഞാൻ സൂപ്പർവൈസറോട് ചോദിച്ചോളാം. സാർ, എനിക്ക് മാഡം, ഞാൻ എന്റെ യൂണിഫോം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ഈ യൂണിഫോം കണ്ട് ആസ്വദിക്കാൻ നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ യൂണിഫോം ഉള്ളത്. അഡ്വക്കേറ്റ്സിനുണ്ട്, ഡോക്ടേഴ്സിനുണ്ട്, പിന്നെ വനിതാ പോലീസ്, അവർക്കൊക്കെ ഈ യൂണിഫോം ഇല്ലേ? അവരാരും ഇങ്ങനെ മേലുദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് കൊള്ളാമോ, എനിക്കിത് ചേരുന്നുണ്ടോ, അങ്ങനെയൊന്നും ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്കിത് ചേരണ്ടേ മാഡം? എനിക്കെന്നല്ല, അംഗൻവാടിയിൽ ഒരാൾക്കും ഇത് ചേരൂല.
അതെ, നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി ഇങ്ങനെ ആയതിന് യൂണിഫോമിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ മാഡം എടുത്തിട്ട് എനിക്ക് വേറെ എന്താ? അംഗനവാടി സൂപ്പർവൈസറായ ഞാൻ നിങ്ങളുടെ ഈ മുറുക്കയും കോട്ടിടണോ? അതെ, ഉടുത്തോണ്ട് പോണ സാരിയിലും ചുരിദാറിലും ഒക്കെ കുട്ടികളുടെ മൂക്കളെയും ഗോതമ്പ് പൊടിയൊന്നും വീഴണ്ടെന്ന് കരുതി സർക്കാർ ഒരു കനിവ് തന്നപ്പോ അതിന് ഫാഷൻ പോരാ. ഞാൻ ഇനിയിപ്പോ ഇതെന്താ ചെയ്യണ്ടേ? സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ഹെഡ് ഓഫീസിലോട്ട് ഇത് അയച്ചു കൊടുക്കും. ഞാൻ എന്തായാലും പ്രൊജക്ടർ ഓഫീസറോട് പരാതി പറയും. നിങ്ങൾ ചെന്ന് പറ. മാഡത്തിന് അറിയാൻ പാടില്ല ഇത് ഇടുമ്പോഴുള്ള വിഷമം. എനിക്ക് അതിന്റെ വിഷമം അറിയേണ്ട കാര്യമില്ല. അങ്കൻവാടിയിലെ പിള്ളേരും കൂടി നോക്കിയിരുന്ന് ചിരിക്കുക. അതെ, ഇപ്പം എത്ര ഗർഭിണികൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അവിടെ ഗർഭിണികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെന്താ, അവിടെ ഗർഭിണികൾ ആരും ഇല്ലേ? അതിപ്പോ എനിക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റൂലല്ലോ. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചെടുക്കണം, എന്നിട്ട് എഴുതി തരണം. ഇവിടെ ഗോതമ്പ് പൊടി ഉണ്ടോ? ഇല്ല. റാഗിപ്പൊടിയോ? ഇല്ല. വൈറ്റമിൻ ടാബ്ലറ്റ്സ്? ഇല്ല. സ്റ്റോക്ക് രജിസ്റ്ററിലെ എല്ലാ പേജിലും നിങ്ങൾ ഇങ്ങനെ ഇല്ല 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 എന്നാണോ എഴുതിയിരിക്കണേ? അതെ. അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ എന്ത് എഴുതണം? തീർന്നു പോയി, അല്ലെങ്കിൽ വന്നിട്ടില്ല, അങ്ങനെയൊക്കെ എഴുതണം. യൂണിഫോം? യൂണിഫോമിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. ഇനി തീർന്നു പോയിന്ന് എഴുതിയാ മതി, കേട്ടല്ലോ? ചെല്ല്. സാറേ, സാറേ ഈ യൂണിഫോം മാറ്റിയിട്ട് വേറൊരെണ്ണം തരുമോ? പിള്ളേരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു സാറേ. എങ്ങനെയെന്ന്? ഇത് മാറ്റിയിട്ട് വേറൊരെണ്ണം. അതൊരില്ല. ആളെ വീതം പറഞ്ഞവർക്കൊക്കെ ഇവിടുന്ന് യൂണിഫോം മാറ്റി കൊടുക്കാൻ പറ്റുമോ? എന്തിനാ? എന്ത് എന്താ കുഴപ്പം? ഇതിനാകെ കൊഴപ്പാ. എന്ത് കുഴപ്പം? ഇതുണ്ടോ? എന്ത് കണ്ടാ എന്താ ഇപ്പൊ ഒരു കുഴപ്പം തോന്നല്ലേ നിങ്ങൾ യൂണിഫോം ഇടണ കണ്ടിട്ട്? പിന്നെ ഇതിനെ കാണുന്നവര് എന്നെ നോക്കി ചിരിക്കണേ. നിങ്ങൾ കുട്ടികളെ നന്നായിട്ട് പരിപാലിക്കാനും പഠിപ്പിക്കാനും ശ്രദ്ധിച്ചു നോക്കിയാ അപ്പൊ പിന്നെ ഈ യൂണിഫോമൊക്കെയുള്ള ശ്രദ്ധ അങ്ങോട്ട് വിടും. അങ്ങനത്തെ ചിരിയാ സാറേ ആൾക്കാർ ചിരിക്കണേ. അതെ, ഇവിടെ കേരളത്തിൽ 33,115 അംഗൻവാടികളും 66,230 ഹെൽപ്പർമാരും അതിന്റെ വർക്കേഴ്സും ഉണ്ട്. ഇവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് തുണി എടുക്കാൻ പറ്റുമോ? ഞങ്ങള് പെണ്ണുങ്ങളായതുകൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളോടൊന്നും ആലോചിക്കൂല. അല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ഞങ്ങൾ സ്വന്തമായിട്ട് ഓരോരുത്തർ അവരവരെന്നെ തുണി എടുത്ത് അങ്ങോട്ട് അടിച്ചിട്ടോളി. ഒരു വർക്കർക്ക് ആകെ കിട്ടണം 4,000 രൂപ ഒരു മാസം, ഒരു ഹെൽപ്പർക്ക് 2,500 രൂപ. ഇതും കൊണ്ട് ഒരു കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും സാറേ? അതിൻ്റെ ഇടയ്ക്ക് ആ സാറ് പറയണ സ്വന്തമായിട്ട് യൂണിഫോം തയ്ച്ചിട്ടോളാൻ. സാരിയുടെ മുകളിൽ കൂടി ഏതെങ്കിലും ഒരു കോട്ട് മതി എന്ന് പറഞ്ഞിട്ട് സർക്കാർ തന്ന സാധനം ഇത്. കൊള്ളിറക്കിയ പോലൊരു യൂണിഫോം. ഇത് ഞാൻ അംഗൻവാടിയുടെ മുറ്റത്തിട്ട് കത്തിക്കും. മഹാത്മാഗാന്ധി നല്ല ഒന്നാന്തരം കോട്ട് യൂണിഫോം അദ്ദേഹത്തിന്റെ ജോലിക്ക് കിട്ടിയിട്ടുള്ളത്, വക്കീലിന്റെ കോട്ട്. ആ കോട്ട് വരെ വേണ്ടാന്നും പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് ആ ജോലിയും വേണ്ടാന്ന് വെച്ചിട്ട് സാമൂഹിക പ്രവർത്തനത്തിന് സാമൂഹിക സേവനത്തിന് ഇറങ്ങിയ ആളാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം ചെയ്യും. അന്റെ ഈ കോട്ട് ഈ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് അന്റെ ഈ ജോലിയും രാജിവെച്ചിട്ട് ഈ എന്റെ കുടുംബത്തേക്ക് പോകും. സാറ് കോട്ട് വേണ്ടെന്നല്ലല്ലോ പറഞ്ഞു. ഇതെങ്ങനെ മനുഷ്യൻ പുറത്തിട്ടുണ്ടോ നടക്കും? എനിക്കറിയില്ല. ഓരോന്നിനും അതിന്റെ ഒരു യൂണിഫോമിറ്റി. ഇപ്പൊ അംഗൻവാടിയിലെ ഒരു ടീച്ചറാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട അത് അംഗൻവാടിയിലെ ടീച്ചറാണ്. പിന്നെ ഇത് അംഗൻവാടിയിലെ ടീച്ചറായിട്ടൊന്നും ഇത് കണ്ടാൽ തോന്നൂല. ഇത് റോഡ് പണിക്കൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരെ പോലെ തോന്നും. ഒന്നാമത്തെ എന്റെ മനസ്സിന്റെ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഈ അപകർഷതാബോധം എടുത്ത് കളയണോ? ഉള്ളിലിങ്ങനെ കിടക്കാണ് ഞാൻ റോഡ് പണിയുടെ ആളാണ്, റോഡ് പണി ഞാൻ അംഗൻവാടിക്ക് പറ്റിയ ആളല്ല എന്ന് അനക്കന്നെ തോന്നുകയാണ്. അതിനിപ്പം വേറെ നിവർത്തിയില്ല. അതിന് സർക്കാരിന് കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ആദ്യം എന്റെ മനസ്സിന്ന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കോംപ്ലക്സ് എടുത്തു മാറ്റി. എനിക്ക് മാത്രമൊന്നുമല്ല കോംപ്ലക്സ് ഉള്ള എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ഈ കോട്ട് ഇടാൻ സൗകര്യമുള്ള എന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ രംഗത്തേക്ക് പറ്റാ അവർ ജോലി ചെയ്തോളും. നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഊരി വെച്ചിട്ട് പോയിക്കോ, കുടുംബത്തിൽ പോയിക്കോ. നമസ്കാരം സാറേ. നമസ്കാരം. എന്തേ ഇരിക്കൂ, വയ്യാന്തല്ലേ? സാറേ, ഒരു പരാതി പറയാൻ വന്നതാണ്. ബാലിന്റെ ഒരു പരാതി. വാലിന്റെ? ആ, എഴുതിരി. ആരെ വാലി? ആർക്കാണ് ഈ വാലല്ല? ഇതല്ല സാറേ, ഇവിടെ നമ്മളെ ഒരു പോഷക പൊടി തരണുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ. ആ, അംഗൻവാടിയിൽ കൊടുക്കണ. അതിനകത്ത് പല്ലീന്റെ വാല് കിടന്നു. അപ്പൊ അത് ഈ പല്ലിയുടെ വാല് കിടന്ന് പിള്ളേർക്ക് പോഷകത്വം പറഞ്ഞ് കൊടുക്കണ പൊടിയല്ലേ. അപ്പൊ ഈ സാധനം കിടന്ന് ഇത് വിഷമല്ലേ സാറേ? നമുക്കറിയാവുന്നത് വിഷമാണെന്നാണ്.
ഇപ്പം ഇതിന് മുമ്പ് അരവണയിൽ എലിയുടെ വാല് കണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ആകപ്പാ ഒത്തുതീർപ്പൊക്കെ വന്നു. ഇപ്പൊ പല്ലിയുടെ വാലുകൊണ്ടായി അപ്പൊ കളി. ഇത് കണ്ടിട്ട് ഇത് എങ്ങനെ സാറേ നമ്മള് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഒരു ജീവിനും വെറുതെ വിടൂലേ? നിങ്ങൾ ഈ കാണുന്ന പരാതിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാലും എങ്ങനെ ശരിയാവും? ഇതൊക്കെ തീർക്കലൊക്കെ ഇവിടെ 100 കൂട്ടം ഓഫീസ് പണിയുള്ള ആളാണ് ഞാൻ. കുഞ്ഞു മക്കൾക്ക് കൊടുത്ത് ഇത് കണ്ടത് എന്റെ കുഞ്ഞിന് ഭയങ്കര ഛർദില്. അതെല്ലാം പോട്ട് സാറേ. ഇത് ഈ ചേട്ടന്റെ കുഞ്ഞാണെങ്കിൽ ഇന്നലെ അംഗൻവാടിയിൽ നിന്ന് കഞ്ഞിയും പയറും കഴിച്ചിട്ട് വന്നതിന് ശേഷം രാത്രി പൂര ഛർദിലായിരുന്നു. അത് ശരി. ഇപ്പൊ എനിക്കുമായി പുള്ളിക്ക് ഇപ്പൊ കുട്ടികളുടെ നിങ്ങൾക്ക് എന്തിനാ വയറിനേട് പറഞ്ഞത്? കുട്ടി കൊടുക്കണേല്ലോ, അപ്പൊ ഒന്ന് സാമ്പിൾ നോക്കാന്ന്. ഒരു പല്ലിയുടെ വാല് കിടന്നൊന്നും പറഞ്ഞതൊന്നും അത്ര വലിയ വിഷയം. അതിനേക്കാൾ വലിയ വിഷയമാണ് കുട്ടികളുടെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ എടുത്ത് തിന്നെന്ന് പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് എന്താണ്? പരാതിയല്ല സാർ, പരാതിക്കില്ല, നമ്മളെ പരാതിയല്ല. ഇത് നമുക്ക് ഈ പല്ലിയുടെ വാലിൽ എന്ത് പോഷകം ഉണ്ടെന്നാണ്. പല്ലിയുടെ വാലിലുള്ള പോഷകം അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. ചൈന പോലത്തെ വലിയ വലിയ രാജ്യങ്ങള്, വലിയ വലിയ രാജ്യങ്ങള്, അവിടെ പട്ടി, പാമ്പ്, ഈ ജാതി സാധനങ്ങൾ വരെ തിന്നിട്ടാണ് അവരൊക്കെ ജീവിക്കണം. അവർക്ക് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. തന്നല്ല ഒരു പുതുള്ള കണ്ടുപിടുത്തൊക്കെ ഇപ്പൊ ചൈനല്ലേ ചെയ്യണത്. അപ്പൊ ആ രാജ്യക്കാർക്ക് ഒരാൾ തിന്നാച്ചപ്പോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു വലിയുടെ ഒരു വാലൊരുത്തിരി അതിന് പെട്ടുവെച്ച എന്താ ഇതൊക്കെ തിന്ന് ശീലിക്കണം എന്നുള്ള കാലം സാറേ. അപ്പൊ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വൈകാതെ തന്നെ പാറ്റ, പല്ലി, പഴുതാര ഇതെല്ലാം തിന്നാനുള്ള ഭാഗ്യം ഒക്കെ ഏകദേശം തിന്നേണ്ട. ഉണ്ടായിരുന്ന കൃഷി ചെയ്തൊക്കെ നിങ്ങളൊക്കെ തന്നെ വരയും വീടൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയില്ലേ 5 സെന്റായിട്ട് മുറിച്ചിട്ട്. അപ്പം ഇനി ധാന്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ രാജ്യത്ത് കുറവാണ്. അപ്പം ഇനി പല്ലി, പാറ്റ അതൊക്കെ തന്നെ തീറ്റ ഏകദേശം അത് ശീലിച്ചോ. അതിൻ്റെ ഒരു സാമ്പിളായിട്ട് കണ്ടാൽ മതി. ഇതൊരു പരാതിയായിട്ട് വരേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഇറങ്ങി ഇപ്പം എന്തായാലും തൽക്കാലം ഇവിടെ വേറെ പണികൾ ഇവിടെ 5 മണി ആവാറായി. ഇവിടെ പണി വേറെ മനസ്സിലായി. ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ആവശ്യമില്ല. ശരി ശരി. അങ്ങനെ ആവട്ടെ. ഒരു പണിക്കും പോവില്ല. സാറേ നമസ്കാരം. ഞാൻ കുറെ ദൂരത്തുനിന്ന് വരികയാണ്. എൻ്റെ പേര് സത്യശ്ശേരി. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. എന്താ? അതായത് നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് നാട്ടുകാർക്ക് എന്തൊക്കെ കൊടുക്കും? വിത്തും വളവും എലിവിഷം ഒക്കെ കൊടുക്കുന്നത് കൃഷി ഓഫീസിലാണ്. ഇതെവിടെയാണ് കയറി വന്നേക്കുന്നതെന്ന് അറിയാമോ? അല്ല, അത് കൃഷി ഓഫീസിലാണല്ലോ. ഇത് ഏത് ഓഫീസാണെന്ന് അറിയാമോ എന്നാണ് ചോദിച്ചത്. അറിയാം. ഏതാണ് ഇത്? മറ്റേ ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഓഫീസല്ലേ? ഏത് കൊടുക്കുന്നത്? പോഷകാഹാരത്തിന്റെ. ഇത് ICDS ആണ്, ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സ്കീം. ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സ്കീം. സുഗതം പറഞ്ഞപ്പോ അത്ര നീട്ടുണ്ടായിരുന്നില്ലല്ലോ. ഏത് സുഗതൻ? ഞങ്ങളുടെ മെമ്പർ സുഗതം പറഞ്ഞപ്പോഴേ അപ്പൊ അത്ര നീട്ടില്ലായിരുന്നു ഇതിന്. മെമ്പർ അല്ല, ഇത് കേന്ദ്രമന്ത്രി വിചാരിച്ചാൽ ഇത്ര നീട്ടി പറയാൻ ഒക്കത്തില്ല. ഇത് ഭാരതത്തിലെ ഏറ്റവും വലുതും പലതരം കർമ്മ പരിപാടികൾ ഒരുമിച്ച് ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു സമിതിയാണ് ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സ്കീം, ICDS. ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സ്കീം. പറഞ്ഞു നോക്കി. വേണ്ട പറഞ്ഞു നോക്കൂ. എന്തിന്? അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെ ഉണക്കി കൊടുക്കുന്നത് നിങ്ങളുടെ ഈ സ്കീമിൽ പെടുവോ? ഉണക്കി കൊടുക്കാനേ കുട്ടികൾക്ക് ഒപ്പറയൊന്നും അല്ലല്ലോ. അല്ലാതെ ഈ അംഗനവാടിയുടെ മുമ്പിലൊക്കെ ശിശുപരിപാലനം, പോഷക സമൃദ്ധം, വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടീസുകളൊക്കെ വരാറുണ്ടല്ലോ. അതൊക്കെ പാടെ ഒട്ടിച്ച് നിങ്ങൾ വെറുതെ ആളുകളെ കഴുതകളാക്കാൻ നിൽക്കരുത്. എന്റെ കുട്ടിക്ക് പോഷകാഹാരം കിട്ടിയിട്ടില്ല, അത് പറയാനാ ഞാൻ വന്നത്. ശാപ്പാട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ അംഗനവാടിയിലോട്ട് വിടണ്ട. മുലയൂട്ടുന്ന അമ്മമാർക്ക് മാത്രമേ ഞങ്ങൾ ഇനി പോഷകാഹാരം കൊടുക്കൂ. അപ്പൊ അത് കഴിച്ച് വരുന്ന അമ്മമാര് കുട്ടികളെ നോക്കും. അവർ കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് കുട്ടികളുടെ ആമാശയത്തിലേക്ക് ചെല്ലും. അങ്ങനെ കഴിച്ച് കുട്ടികൾ വളരും. അതാണ് ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സ്കീം. കുട്ടികളെ അംഗനവാടിക്ക് വിടണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശാപ്പാട് കഴിക്കാൻ വേണ്ടി കുട്ടികൾ അംഗനവാടിയിലോട്ട് വിടണ്ടെന്ന്. നിങ്ങളിത് എന്തൊക്കെയാണ് പറയണത്? നിങ്ങൾക്ക് കൂടുതലും എല്ലാം അറിയാനുണ്ടെങ്കിൽ ഇതുകൊണ്ട് അവിടെ അപ്പുറത്തോട്ട് പോയി ചോദിക്കും. എപ്പുറത്തോട്ട്? അവിടെ ഇത്ര നേരം വായിട്ടല്ല, ചുമ്മാ ഇതിന് പോഷകാഹാരം ഇങ്ങോട്ട് വരണം. അല്ല, ഞാൻ എന്താ അറിയോ, ഈ പോഷകാഹാരത്തിന്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നു പറഞ്ഞുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അത് കഴിയുമെങ്കിൽ അത് തരാൻ വേണ്ടി പറയണം. കുറച്ചുകൂടെ വലുതെടുത്തോണ്ട് വരാത്തത് അങ്ങേരത്ത് വെച്ച് വരാം. അങ്ങനെ തരും. ശരി ശരി. കോയ സാറല്ലേ? നമസ്കാരം. ഈ അംഗനവാടിയിലെ കുട്ടികൾക്ക് പോഷകാഹാരത്തിന് പകരം വേറെ എന്തോ ഒരു സംഗതി വിതരണം ചെയ്യണ്ടെന്ന് കേട്ടല്ലോ. ഞങ്ങളൊക്കെ ഇപ്പൊ സത്യത്തിൽ ഈ കുട്ടികളെ അംഗനവാടിയിൽ വിടുന്നതിന് എന്താണെന്നറിയോ? വീട്ടിലത്തെ ശല്യം കുറക്കാൻ വേണ്ടിട്ടാണ്. അതറിയാ. അല്ല, അത് മാത്രല്ല, പിന്നെ എന്താ പ്രശ്നം വെച്ചാല് ഈ അംഗനവാടിക്കാർ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്യണത്.
അംഗനവാടിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഉച്ച നേരത്തെ അവർക്ക് റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഒന്ന് പാട്ട് പാടും തിരി ബഹളമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അയൽപക്കക്കാരായിട്ടുള്ള നിങ്ങളൊക്കെ ഒന്ന് സഹിക്കണോ? അതല്ല, കുട്ടികൾക്ക് പാട്ട് പാടാൻ പോയിട്ട് എന്റെ സാറേ മര്യാദക്കൊന്ന് വർത്തമാനം പറയാൻ പോലും വയ്യ. അതെന്തേ? എന്താ പോഷകാഹാരമില്ല. ഓ എന്റെ കുട്ടി തന്നെ എന്നാള് അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് തല കറങ്ങിട്ട് കൊട്ടിപ്പടന്ന് ഒറ്റ വിളിച്ച. അതെന്തേ? എന്താ കാരണം? എന്താ കാരണം? പോഷകാഹാരമില്ല. ഓ അതിന് കാരണം അംഗനവാടിക്കാരാണ്. ആഹാ, അത് ശരി. അപ്പൊ നിങ്ങള് പണിക്കൊന്നും പോണില്ലേ? ഞാൻ പണിക്ക് പോയായിരുന്നു, പക്ഷെ എന്താ അറിയോ, പണിക്ക് ഒരു ദിവസം പണിക്ക് പോയാ പിന്നെ മേല് കൈ വേദന. അത് ശരി. അപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ ഈ അംഗനവാടിയിൽ വിട്ടിട്ട് അവിടുന്ന് കിട്ടുന്ന പോഷകാഹാരം കൊണ്ട് വളർത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതുവരെ പ്രശ്നം ഞാൻ ഈ മറ്റേ പോഷകാഹാരത്തിന്റെ കാര്യം പോയി അന്വേഷിച്ചു ബാലവാടിയില്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒന്നുമില്ല, അവര് കൈമലർത്തുക. അതെന്താ വെച്ചാല് ഒരു മാസത്തേക്ക് ഇത്രയെന്ന് പറഞ്ഞിട്ട് കണക്കുണ്ട് അവിടെ. ചില സമയത്ത് കുട്ടികൾ അധികം ഉണ്ടാവും, ചില സമയത്ത് കുട്ടികൾ ഉണ്ടാവില്ല. ഇതിനനുസരിച്ച് അവിടെ ഇരിക്കുന്ന ധാന്യങ്ങളുടെ അളവത്തിരി കയറി ഇറങ്ങി എന്നൊക്കെ വരും. ചിലപ്പോൾ സ്റ്റോക്ക് തീരും. അപ്പൊ തീരുന്ന സമയം അങ്ങോട്ട് നോക്കിയിട്ട് പരാതിയായിട്ട് ഓടി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. കുറച്ചൊക്കെ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. ഈ വിറ്റാമിന്റെ ഗുളിക ഉണ്ടല്ലോ, അതൊക്കെ അംഗനവാടിയിലൂടെ വിതരണം ചെയ്യണ്ടേ? ഉണ്ട്. എന്നാ അന്നാളെ ഞാനൊരു വിറ്റാമിൻ എയുടെ ഒരു പൊട്ടിന് വേണ്ടിയിട്ട് ചെന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒന്നും ഇല്ലാന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, അത് സ്റ്റോക്ക് തരണം. ഒന്നാമത്തെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കുട്ടികളുടെ ഇത്ര ചെറുപ്പകാലത്ത് തന്നെ അവർക്ക് ഈ മെഡിസിൻ കൊടുത്തിട്ട് അവരുടെ കരളും മിക്കൊക്കെ കേടുവരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഗുളിക കഴിക്കണം നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ പറയണത്? ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ അതേ ഗുളികന്ന് കിട്ടുന്ന വിറ്റാമിൻസ് മുരിങ്ങലേന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ 3 നേരം മുരിങ്ങല കൊടുത്താലും കുട്ടികൾക്ക് അതിനുള്ള എനർജി ഉണ്ടാവും എന്നുള്ള ഒരു കണക്കെടുക്ക് വന്നപ്പോ ഇപ്പൊ എല്ലാ അംഗൻവാടിയിലും മുരിങ്ങ വെച്ച് പിടിപ്പിക്കാന്നാണ് ഇപ്പൊ ഞങ്ങളുടെ തീരുമാനം. അപ്പൊ സാറേ ഇത്ര കാലം ഗുളികകൾ വിതരണം ചെയ്തിരുന്നതല്ലേ? അപ്പൊ അത് പെട്ടെന്ന് നിർത്തിയാൽ എങ്ങനെ? ഇറ്റ ഗുളികയും വേണം, മുരിങ്ങക്കായും വേണം. എന്നാ മുരിങ്ങക്കായ മാത്രമാക്കണ്ട, കുറച്ച് വെണ്ടക്കായും കുറച്ച് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. പിന്നെ സഞ്ചി കൊണ്ടുവന്നിട്ടുള്ളൂ, കുറച്ച് അരിയും മേടിച്ചുതരാം. എടോ, നിങ്ങളുടെ കുടുംബത്തിലുള്ള വീട്ടു സാധനങ്ങൾ മേടിക്കാനുള്ള സ്ഥലമല്ല അംഗൻവാടി. അത് മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ. ഇപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനം എന്താച്ചാ, കേന്ദ്രം കുട്ടികൾക്ക് കുറെ നല്ല പുസ്തകങ്ങൾ കൊടുക്കും. പിന്നെ പുസ്തകം കൊടുത്ത കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടുമോ? പുസ്തകം അത് പറയണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ പറയണമെന്നുള്ളൂ, പുസ്തകത്തിലുള്ളത് എന്താ വെച്ചാൽ നല്ല നല്ല കവിതകള്, നല്ല നല്ല കഥകള്, നല്ല നല്ല തരത്തിലുള്ള നാടകങ്ങൾ. അപ്പൊ അത് കുട്ടികൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് വളർന്ന് നല്ല നിലവാരത്തിലുള്ള ഒരു തലമുറ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് വിശക്കണ സമയത്ത് ഒരു കവിത ചൊല്ലിയിട്ട് സമാധാനം അടയാലോ. അങ്ങനെയുണ്ട് ഇപ്പൊ ഇതിലേ. പിന്നെ ഇപ്പൊ ഇത് ചില്ലറ കളിയല്ല, 37,891 കോടി രൂപയുടെ പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണത്. നിങ്ങൾ എന്താണ് ഈ പറയണത്? വിശന്ന് വലഞ്ഞ് ചോരയും പറ്റിയിരിക്കണ കുട്ടികളുടെ അണ്ണാക്കിലേക്ക് പുസ്തകങ്ങൾ തിരികട്ടെ എങ്ങനെ ശരിയാവുക? അവരൊന്നുമില്ല, വെള്ളം കുടിച്ചിട്ടാവില്ല. ഇവിടെ 11ാം പഞ്ചവത്സര പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ കുട്ടികൾക്ക് വേണ്ടി വകയിരുത്തിയതാണ്. കുട്ടികൾക്ക് തീറ്റ ഭാഗമില്ലാത്തതിന് അതിന് കുറച്ച് കോടി കുറഞ്ഞതിനിപ്പോ നിങ്ങൾ ഈ കോടി കോടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, തന്റെ കുട്ടികൾ ഇവിടെ 2-3 കുട്ടികളുടെ കാര്യമല്ല ഇപ്പൊ ഇവിടുത്തെ കണക്ക്. ഇവിടെ ഈ രാജ്യത്ത് ഇവിടെ ഉള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പോഷകാഹാരം കൊടുക്കേണ്ട അംഗനവാടിയിൽ നിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കൗമാരപ്രായമായിട്ടുള്ള 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അംഗനവാടിയിലെ കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? അംഗനവാടികളിലെ കുട്ടികളുടെ കാര്യം നോക്കണം. അവർക്ക് കിട്ടിയിട്ടുള്ള പുസ്തകം കൊണ്ട് അവരത് കീറിയിട്ട് വഞ്ചിയും വിമാനമൊക്കെ ഉണ്ടായിട്ട് കളിക്കട്ടെ. എന്നിട്ട് അവരിരുന്ന് ഇങ്ങനെ കരയുമ്പോ ഈ കട്ടിയുള്ള കോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അംഗനവാടിയിലെ വർക്കേഴ്സിന്, അവരതുകൊണ്ട് അവരുടെ കണ്ണീരങ്ങോട്ട് ഒപ്പി കൊടുക്കട്ടെ. ന്യായം മായം. സാറേ, ഒരു മിനിറ്റിലേക്ക് ചിരി വന്നു. സോറി, എനിക്ക് ചിരി വന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊക്കെ ശരി. നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് വേറെ എവിടേക്കൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അതവിടെ കട്ടെ. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് എന്തപ്പം ഇങ്ങടെ ആവശ്യം? ഞങ്ങൾക്ക്